എല്ലായിടത്തും നിരത്തി വെച്ചേക്ക് കേട്ടോ. തീർന്നോ? നല്ല മാലയാന്ന് തോന്നുന്നുണ്ട്. അത് നോക്കാം. നല്ലയാണെങ്കിൽ ഒരെണ്ണമുള്ള 80 രൂപ. ഒരെണ്ണത്തിന് 80 രൂപ. ഞാൻ ഏറ്റവും കുറഞ്ഞ നോക്കിയത് ഇതിനെക്കാട്ടി കൂടുതലൊക്കെ ഉണ്ടായിരുന്നു. 100-200. ഇത് ബാക്കില് ഒരു ബ്ലാക്ക് കളറ്, ഫ്രണ്ടിലൊരു വൈറ്റ് കളറാണ്. ഞാനാണ് ഈ മാല വന്നിട്ട് നല്ല മാല, നല്ല രസമുണ്ട് കാണാൻ. ഇനി അടുത്ത മാല കാണിച്ചുതരാം. ഇതാണ് ഇതുണ്ടേ. ഇതാണ് വൈശികയുടെ മാല. ഇത് സെയിം ആണ്, പക്ഷെ കുറച്ചുകൂടി വലിപ്പമുണ്ട് ഇതിന്. ഇത് കുറച്ച് റൗണ്ട് കുറച്ച് വലുതാണ്. ഈ പുറത്തെ റൗണ്ട് കുറച്ച് വലുതാണ്, ഇതിന്റെ കുറച്ച് ചെറുതാണ്. രണ്ട് ടൈപ്പ്. ചെയിനൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ് കേട്ടോ. പിന്നെ വാങ്ങിച്ചത് ഈ കമ്മലാണ് കേട്ടോ. ഇത് ഇവർക്ക് വേണ്ടിയിട്ടാണ് വാങ്ങിയത്, എന്നാലും എനിക്ക് വേണമെങ്കിൽ ഇടാം. കാണിച്ചത് ലാസ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യം എനിക്ക് സംശയം കേട്ടോ. ഇതാണ് കേട്ടോ കമ്മല്. എൻ്റെ കുഞ്ഞു കമ്മലാണ്. ഒന്നൊരു സ്റ്റാർ ഓണക്കൊക്കെ വരും, ഒന്ന് പിന്നെ ഒരു വട്ടം പോലെ ഇങ്ങനെ ഒരു വേറൊരു ഷേപ്പ്. പക്ഷെ രണ്ടും കാണാൻ നല്ല രസമാണ്. ഒരു ഗോൾഡൻ കളറാണ്. എനിക്ക് തോന്നുന്നു ഇത് മിക്കവാറും വൈറ്റ് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ വാങ്ങിയത് ഇത് 2 എണ്ണമാണ് കേട്ടോ. ഇത് 2 എണ്ണം, 2 പേർക്കും ഓരോന്ന്. ഇതും അങ്ങനെയാണ് കേട്ടോ. ഇത് ബ്ലൂ വൈഷുവിന്, ബ്ലൂ വൈശിക്ക്, പിങ്ക് വൈഷുവിന്. ഇതാണ് ക്ലിപ്പ് വാങ്ങിയത്. പിന്നെ വേറെ ക്ലിപ്പ് ഇതാണ് കേട്ടോ. ഇത് മറ്റേ ടിക് ടാക്ക് ക്ലിപ്പിൻ്റെ കുറേ ഉണ്ട്. എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 12 എണ്ണം. സെറ്റായിട്ടുള്ള ഇവർക്ക് 2 പേർക്കും ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചാണ്. പിന്നുള്ള ഒരു സാധനം ഇതാണ്. ഇത് ഞാൻ വേറെ നോക്കി. ഇത് ഈ ടൈപ്പ് മാത്രമേ കിട്ടുള്ളൂ. ഇതിന് വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. പെട്ടെന്ന് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. ഇതാണിത്. 2, 4, 6, 8, 10 എണ്ണം ഉണ്ട് കേട്ടോ. 10 എണ്ണത്തിൻ്റെ സെറ്റാണ്. പിന്നെ വാങ്ങിച്ച ഇതാണ് കേട്ടോ. ഇതൊരു കോണാണ്, മെഹന്തി കോൺ. ഇത് ഇവർ മിക്കവാറും ഇവിടെ എല്ലാം വരച്ച് വെക്കാൻ സാധ്യതയുണ്ട്.
ഇവിടെ വരയ്ക്കും, കയ്യിലും വരയ്ക്കും, എല്ലായിടവും വരയ്ക്കും. അവളവിടെ നിന്ന് എന്തുകൂടി ചെയ്യുന്നത്? അതെന്തുവാ ഉണ്ടോന്നേ? ഇത് എനിക്ക് മേടിച്ചൊരു കുഞ്ഞു പേഴ്സാണ് കേട്ടോ. എനിക്ക് പൈസ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് പേഴ്സില്ല, അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് വെച്ചാണ്. എൻ്റെ കുറച്ച് ചില്ലറയാണ് കേട്ടോ, അല്ല നോട്ട് ചില്ലറ പൈസ ഒക്കെ ഉണ്ട്. ഇതിനകത്ത് ഒരു സ്പോഞ്ചാണ് കേട്ടോ, അതിനകത്തിരിക്കട്ടെ. നമുക്കേ കമ്മൽ കുത്തി വെക്കാം. അപ്പൊ ഇതാണൊരു സാധനം, നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. വേറെ കളറൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ പിന്നെ അഴുക്കാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സാധനം വാങ്ങിച്ചു. ഇനി അടുത്ത സാധനം പോരട്ടെ. ഇത് ഡോംസിന്റെ ഒരു പെൻസിൽ, ഒരു പാക്കറ്റ് ആയിട്ട് വാങ്ങിച്ചാണ്. ഇതിനകത്തൊരു എറേസറും ഒരു കട്ടറും വരുന്നുണ്ട് കേട്ടോ. ഡോംസിന്റെ ഒരു കട്ടർ, കുഞ്ഞു സാധനം മാറിയേ, പൊട്ടിച്ച് നോക്കട്ടെ. കട്ടറ മുട്ടായി ഒന്നും പറഞ്ഞെടുത്ത് നിന്നല്ലേ മാറിയേ. ഇതാണ് സാധനം, നല്ല രസമുണ്ടല്ലേ. പിടിച്ചോ, ഞാൻ പെൻസിൽ കാണിച്ചു. ഇതാണ് കേട്ടോ പെൻസില്. 3 കളർ വരുന്നുണ്ട്, ഒന്ന് പിങ്ക്, ഒന്ന് പർപ്പിള്, ഒന്ന് ബ്ലൂ. ഇതാണ് അപ്പൊ സാധനം. എത്ര എണ്ണം ഉണ്ട്? 2, 2, 4, 2, 6, 2, 10 എണ്ണം ഉണ്ട്. 5 എണ്ണം വീതമുണ്ട്. അടുത്ത സാധനം ഇതാണ് കേട്ടോ. ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു സാധനമാണ്. ഇത് ഐഷു ബഹളം വെച്ചിട്ടാണ് കേട്ടോ എടുത്തത്. ഇതൊരു ബിയറിൻ്റെ കൂട്ടിരിക്കുന്ന, ഒരു ടെഡി ബിയറിൻ്റെ കൂട്ടിരിക്കുന്ന ഒരു കുഞ്ഞൊരു കട്ടറാണ് കേട്ടോ. ഇതിങ്ങനെ തുറക്കാൻ പറ്റും. ഇത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ തുറന്നിട്ട് കളയാൻ പറ്റുന്നുണ്ട്. അങ്ങനെ 2 സാധനം വാങ്ങിച്ചു. പിന്നെ ഇത് പേന പെൻസിലാണ് കേട്ടോ. ഇത് 2 പേർക്ക്. ഇത് പിങ്ക് വൈഷുവിന്, ബ്ലൂ വൈഷുവിക്ക്. ഇതിനകത്തൊരു കുഞ്ഞു പാവയൊക്കെ വരുന്നുണ്ട്. നല്ല 2 എണ്ണം, നല്ല രസമുണ്ട്. നമ്മുടെ മറ്റേ ഇങ്ങനെ മാറിയിട്ട് വെക്കുന്ന സാധനമല്ലേ, അതാണ് കേട്ടോ. ഞാനിങ്ങനെ വെറുതെ ഇത് എഴുതിയില്ലെങ്കിൽ ഇങ്ങനെ എടുത്ത് വെച്ച് കളിക്കും കേട്ടോ ഇടയ്ക്കൊക്കെ, ഉളമാറ് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതാണ് 2 ക്യൂട്ടി പെൻസിൽ. അടുത്തത് നമ്മുടെ ഡോംസിൻ്റെ ഒരു കളർ കേക്ക്സ് ആണ് കേട്ടോ. ഇത് വാട്ടർ കളർ ചെയ്യുന്ന സാധനമാണ്. ഇത് ഇവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കിയിട്ട് വാങ്ങിച്ചാണ് കേട്ടോ. സാധാരണ ഇത് മേടിക്കൽ നിർത്തിയതാണ്. എന്ന് വെച്ചാൽ ഇവിടെ കുറേ ഞങ്ങൾ വെറുതെ വെള്ളത്തിൽ കലക്കി കളഞ്ഞ വൈശിക കുറേ ഉണ്ടായിരുന്നു, നല്ലതൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം വെള്ളത്തിൽ കലക്കി കളഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ മേടിക്കായിരുന്നു. ഇത് പക്ഷേ ഭയങ്കര ബഹളം വെച്ചിട്ടാണ് കേട്ടോ മേടിച്ചത്. ഇതിനകത്തൊരു കുഞ്ഞ് ബ്രഷ് വരുന്നുണ്ട്. ഈ ബ്രഷ് എങ്ങനെ എടുക്കുന്നത്? കുഞ്ഞ് ബ്രഷ് തന്നെ കേട്ടോ. നല്ല സോഫ്റ്റ് ബ്രഷ്. അതിനകത്ത് എത്ര കളറുണ്ട്? 3, 6, 9, 12, 15 കളറുണ്ട്. 15 കളറല്ലേ? ഇത്രയും ചെറിയ പാട്ടൊക്കെ 15 കളറാണ്. ലൈറ്റ് യെല്ലോ, ഡാർക്ക് യെല്ലോ, ഓറഞ്ച്, ഗ്രീന്, റെഡ്, എല്ലാ കളറും ഉണ്ട്. നമുക്കൊന്ന് ചെയ്ത് നോക്കണേ. ഇത് 2 എണ്ണം വാങ്ങിച്ചേട്ടോ, ഇല്ലെങ്കിൽ ഇവിടെ ഇടിനാശവും വെള്ളപ്പൊക്കവും ഉണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾ 2 എണ്ണം വാങ്ങിച്ചു. നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവര് സ്കൂളിൽ പോയി കഴിയുമ്പോൾ ഞാനിത് എടുത്ത് വെച്ച് വരയ്ക്കും. കേട്ടാ ഇപ്പൊ ഇവരുടെ മുഖം ഒന്ന് നോക്കി. പിന്നെ എന്നാ കൊണ്ടുപോയി. ശരി, ഇവരെ സ്കൂളിൽ കൊണ്ടുപോകുന്ന കേട്ടോ. ഇനി ഇതൊരു ഗമ്മാണ് കേട്ടോ. നമ്മൾക്ക് ഇതൊക്കെ ഒട്ടിക്കാനും കവർ ഇടത്തില്ലേ, അത് പൊതിയിടത്തില്ലേ, അപ്പൊ അത് ഒട്ടിക്കാനും. പിന്നെ വൈഷുവിന് എന്തെങ്കിലുമൊക്കെ പരിപാടി കാണും ഇനി കേട്ടോ.
എന്തെങ്കിലുമൊക്കെ ഒട്ടിക്കാനോ ഇതിലൊക്കെ കാണും. അതൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ടൊരു ചെറിയൊരു ഗ്ലൂ വാങ്ങി. ഇതാണ് ഗ്ലൂ. ഇത് ഫാബർ കാസ്റ്റലിൻ്റെ ആണ് കേട്ടോ. നല്ല ഗ്ലൂ ആണ്, വൈറ്റ് ഗ്ലൂ. ഇത് കുറച്ചുകൂടി നല്ല കട്ടിയായിട്ടിരിക്കും, എന്ന് വെച്ചാൽ കുറച്ച് ഒട്ടിയിരിക്കും. അതിന് വേണ്ടിയിട്ടാണിത്. ഇത് ഇനി ഏതാ കാണിക്കാനുള്ള? ഇനി ഇത് ഇനിയുണ്ടോ? അതുകൊണ്ടോ? ഇനി തന്നെ ഡോംസിൻ്റെ. ഇത് ഞാൻ എല്ലാ പ്രാവശ്യവും വാങ്ങിക്കുന്നതാണ് കേട്ടോ. ഒരു 3-4 എണ്ണം മേടിച്ച് വെക്കും. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് കളയും. കഴിഞ്ഞ വർഷമൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, പക്ഷെ അത് എവിടെയാണെന്ന് പോലും അറിയാൻ വയ്യ. എല്ലാം കൊണ്ട് കളയും. കട്ടറപ്പൊടി ഇനി എടുത്തേ, അതിങ്ങെടുത്ത് എൻ്റെ കയ്യിലിരിക്കുന്ന. അങ്ങനെ 3-4 എണ്ണം വാങ്ങിച്ചു കേട്ടോ. എല്ലാം എടുത്തോണ്ട് പോയോ? എൻ്റെ കയ്യിലൊന്നും ഇല്ല, എല്ലാം എടുത്തോണ്ട് പോയി. ഞാൻ വെക്കാൻ വേണ്ടി മേടിച്ചതാ അത്. ഇനിയുണ്ടോ ആ കൈയിരിക്കുന്ന കൊണ്ടോ? ആ പിന്നെ അടുത്ത സാധനം ഇതാണ് കേട്ടോ. ഇത് ഹെയർ ബണ്ണാണ്. മാറി അങ്ങോട്ട് മഴ പിടിച്ച എല്ലാ തടുപ്പും. ഇത് പല കളറിലുള്ളത് കുറേ എണ്ണം വീതമുണ്ട്. അത് ഞാനൊരു കുഞ്ഞ് കവറിലുള്ളതാണ് കേട്ടോ എടുത്തത്. ഇത് പിന്നെ വൈഷോ എടുത്തുകൊണ്ടുവന്നത്. ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, ഇരിക്കട്ടെ, എന്നും കെട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ചിലപ്പോൾ കൊണ്ടുവന്ന സാധനം തിരിച്ചു കൊണ്ടുവരാറില്ല, അതുകൊണ്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് കുറേ വാങ്ങിച്ചു. എന്തോ അടുത്തത് ഇത് സോപ്പ് നമുക്ക് കുളിക്കാൻ വേണ്ടി മേടിച്ചത്. ഇത് അതിനകത്ത് അല്ലാതെ കിടന്നതാണ്. നമ്മുടെ സ്കൂൾ ഷോപ്പിങ്ങിൻ്റെ ഭാഗമായിട്ടതല്ല. പിന്നെ ഇതാണ് കേട്ടോ. ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചാണ്. ഇത് പക്ഷേ ഇതിൻ്റെ 2-3 എണ്ണം കാണുന്നില്ല, ബാക്കിയെല്ലാം ഉണ്ട്. ഇത് മറ്റേ പേന പെൻസിലിൻ്റെ കൂട്ടത്തുള്ള സാധനമാണ്. ഈ സോപ്പൊക്കെ എന്തിനാണ് എടുത്തോണ്ട് വരുന്നത്? ഇത് ഞാൻ അല്ലാണ്ട് ഇവിടെ അടുക്കളയിലേക്ക് സ്കൂളിൽ കൊണ്ടുവരുന്നോ പാത്രം കഴുകാൻ? ഇവിടെ കാണിക്കും, അങ്ങോട്ട് മാറിയെന്ന് കാണിക്കും, ഇവിടെ ഇരുന്ന് കാണിക്കും. നീന്തുവാ ഇനി അടുത്ത സാധനം ഇതാണ് കേട്ടോ. ഇത് നമ്മുടെ എന്തായിരുന്നു ഇതിൻ്റെ പേര്? മിക്കി മൗസിൻ്റെ നെയിം സ്ലിപ്പ്. ഇവിടെ കുറേ ഇരിപ്പുണ്ട് വേറെ പഴയത്, എന്നാലും ഇത് കുറച്ച് വാങ്ങിച്ചു. തോനെയും പുസ്തകവും ബുക്കൊക്കെ ഉണ്ട് 2 പേർക്കും കൂടിയിട്ടാവുമ്പം. അപ്പം അത് തികഞ്ഞില്ലെങ്കിലും വിചാരിച്ചിട്ട് 3 ഷീറ്റ് വാങ്ങിച്ചിട്ടോ. പഴയത് ഇരിക്കുന്ന ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ പഴയത്. ഇതിനകത്ത് അങ്ങനെ വേറെ ഇതൊന്നുമില്ല. ഇനി ഇതുപോലെ ഒരു ഷീറ്റ് കൂടെ കാണുന്നുണ്ട്. ഇതിനകത്ത് വേറെ പടങ്ങളൊന്നുമില്ല. ഇത് സിമ്പിളായിട്ടുള്ള സാധനമായിരുന്നു കേട്ടോ വാങ്ങിച്ചത്. ഇപ്രാവശ്യം മിക്കി മൗസിൻ്റെ കുറച്ച് പടമൊക്കെ ഉണ്ട്. പിന്നെ അടുത്ത സാധനം ഇതാണ് കേട്ടോ. ഇത് സ്റ്റാപ്ലെയറാണ്. സ്റ്റാപ്ലെയറും പിന്നും കൂടി ഉള്ളതാണ്. കുഞ്ഞതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് എടുക്കാനും സൂക്ഷിച്ച് വയ്ക്കാനൊക്കെ എളുപ്പമായിരിക്കും. പിന്നെ കാണാതെ പോകുമെന്നുള്ളത് എനിക്കറിയില്ല, എന്നാൽ അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് കേട്ടോ ഇത് വാങ്ങിച്ചത്. ഇവർക്ക് സ്കൂളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് പോകാനുണ്ടെങ്കിൽ അതിനൊക്കെ ഒട്ടിക്കാൻ അടിക്കാൻ അതിനൊക്കെ അടിക്കാനും, പിന്നെ എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചാണ് കേട്ടോ. ഇത് നമുക്ക് ഒട്ടിച്ച് നോക്കാം. അവനെ ആ കത്രയും എടുത്ത് ആ കത്രയെ വേണ്ട. അപ്പം അതേണ്ടി ഇതാണ് നമ്മുടെ കുഞ്ഞ് സ്റ്റാപ്ലർ. ഇത് നമുക്ക് വേണ്ട കീ ചെയിനായിട്ട് ഇടാടി. വേണ്ടേ കീ ചെയിൻ ഇടുന്ന സാധനമുണ്ട്. എന്നിട്ട് സ്റ്റാപ്ലർ അടിക്കുന്ന പിന്നെന്തേ കാണോട്ടോ. പിന്നെ അറിയാലോ, പിന്നെ ഇവിടെ എവിടെ ഇരിപ്പുണ്ട്, പക്ഷെ എവിടെയാണെന്നൊന്നും അറിയത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇതെല്ലാം സെറ്റായിട്ടുള്ള ഒരെണ്ണം വാങ്ങി. പക്ഷേ അങ്ങോട്ട് മാറിയുന്നേ ഞാനിത് ഇട്ട് കാണിക്കാം. ഇങ്ങനല്ലേ വെക്കണ്ടേ? മറന്നുപോയി
എങ്ങനെയാണ് വെക്കുന്നതെന്നുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണേ അമ്മച്ചിക്ക്. ഇങ്ങനല്ലേ? ആ, ഇങ്ങനെ. യേസ്. ഒരു പേപ്പർ തന്നേ. അതുതാ അതുതാ ഇതുതാ ഇതുതാ. അടിക്കാൻ പറ്റുമോ? ഞാൻ അടിച്ച് കാണിച്ചത് എടുത്ത ഇതിനകത്ത് തന്നെ അടിച്ച ഇവിടെയും കൂടെ അടി, ഇവിടെയും കൂടെ അടി. നീ ഇതെങ്ങനെ തിരിച്ച് ഇതിനകത്ത് വെക്കും? സൂപ്പർ. സൂപ്പർ. അപ്പം ഇതാണ് നമ്മുടെ കുഞ്ഞ് സ്റ്റാപ്ലർ. ഇനിയുള്ളത് 2 പൗച്ചാണ് കേട്ടോ. ഇത് അവർക്ക് 2 പേർക്കും വേണ്ടി വാങ്ങിച്ചതാണ്. ബാവയ്ക്ക് ഇതിന്. ഇത് വൈഷുവിന്, ഇത് വൈഷയ്ക്ക്. വൈഷയ്ക്ക് സ്പൈഡർമാൻ്റെ ബാഗ് വേണമെന്ന് പറഞ്ഞായിരുന്നു ബഹളം. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ പിന്നെ ബാഗ് വേണ്ടിയില്ല, ഇത് മതി എന്ന് പറഞ്ഞിട്ടായി. അങ്ങനെ ഇതെനിക്ക് ഷോക്ക്. ഞാൻ തുറന്ന് കാണിക്കും. ഇതിനകത്ത് ഇതിലുണ്ടോടി? അതിനകത്ത് ഇതിനകത്തൊന്നുമില്ല. ഇതിനകത്ത് ഇങ്ങനെ ഒരു പ്രത്യേക ഒരു ഉറയുണ്ട്. അല്ലാതെ ഒരു കാര്യമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ അടച്ചു വെക്കാന്നുള്ളതേ ഉള്ളൂ. ഇതിനകത്ത് എന്റെ ഒരു പ്രത്യേകമുണ്ട്. ഇതിനകത്ത് വല്ലോ ഏതാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ല, എനിക്ക് കിട്ടിയില്ല. ഇത്രയേ ഉള്ളൂ. ഇവളിനകത്ത് എന്തോ വെച്ചിട്ടുണ്ടടി. ക്രയോൺസ്. ക്രയോൺസ് ഉണ്ട്. ഇതും കഴിഞ്ഞ ദിവസം വാങ്ങിച്ചാണ്. ഇത് വൈഷുവിന്റെ ഇത് book ആണ്. വൈഷുവിൻ്റെ, ഇത് വൈഷുവിൻ്റെ. വൈഷയുടെ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കട്ടെ. ഉണ്ടോടി? എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. ഇനിയോ 2, 2, 4, 2, 6, 2, 10 എണ്ണം ഉണ്ട് ഇതിനകത്ത്. നിനക്കും എനിക്ക് 2, 2, 4, 2, 6, 2, ഇതിനകത്ത് 10 എണ്ണം ഉണ്ട്. അപ്പം എല്ലാം കാണുമായിരിക്കും ഇല്ലേ? അപ്പം 2 കുഞ്ഞ് ഡോംസിൻ്റെ 2 ക്രയോൺസ് ഉണ്ട്. വൈഷുവിന് എന്നും കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. പിന്നെ വൈശിലെ പിന്നെ ഇത് ചുമ്മാ കുട്ടികളൊക്കെ കളയത്തേ ഉള്ളൂ. എന്നാലും 2 എണ്ണം വാങ്ങിച്ചു. ഷവർ അളക്കും ക്രയോൺസ് കുടിക്കുകയും ചെയ്യും. പിന്നെ ബുക്ക് കളേഴ്സ്. ഇനി ബുക്കാണ് കേട്ടോ. ഇത് നമ്മൾ ചോയ്സിൽ നിന്ന് വാങ്ങിച്ചാണ്. ഒരെണ്ണം മേടിക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ കിട്ടും. അപ്പം ഇവർക്ക് ഇതൊക്കെ മതിയല്ലോ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇവർ എന്താ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കുറച്ച് റേറ്റ് ഒക്കെ കുറഞ്ഞത് നോക്കിയിട്ട് അങ്ങനെ വാങ്ങിച്ചു. ഞാൻ നിർമ്മിച്ച് അപ്പം വാങ്ങി. ഇത് വൈറ്റ് ബുക്കാണ് കേട്ടോ. ഇത് ഇവർക്ക് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കളറിങ്ങും ക്രയോൺസ് ഒക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇത് 2 പേർക്ക് ഓരോന്ന് അങ്ങനെ 2 ബുക്ക് വാങ്ങി. ഉള്ളത് 1 ലൈനാണ് കേട്ടോ. ഇത് ഞങ്ങൾ 6 എണ്ണം 6 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഇത് വൈശയ്ക്ക് 1 എണ്ണം മതി. ബാക്കി ഇത്രയും വൈശുവിനാണ് കേട്ടോ. വൈശുവിന് ഓരോ സബ്ജക്റ്റിന് ഓരോ ബുക്ക് വെച്ചിട്ട് ഇത് 1 ലൈൻ ബുക്ക്. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ ക്ലാസ്മേറ്റ്സിൻ്റെ ആണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. ഇത് ചെക്ക് ലൈൻ, ഇത് മാത്സിന് വേണ്ടിയിട്ട്. അത് 2 പേർക്കും വേണമായിരുന്നു. പിന്നെ വൈഷുവിനൊരു ഇങ്ങനെയുള്ള ലൈനില്ലേ, ഇങ്ങനെ ഇതിനെന്താ പറയുന്നതെന്ന് അറിയത്തില്ല. അപ്പം ഇങ്ങനെ 1 എണ്ണം വേണമായിരുന്നു. ഇത് അവർക്ക് മാത്സിനാണ് കേട്ടോ വൈഷുവിന്. പിന്നെ 2 ലൈൻ, പിന്നെ 2 ലൈൻ 2 എണ്ണം, പിന്നെ 4 ലൈൻ 2 എണ്ണം, പിന്നെ ബാക്കിയുള്ള 2 എണ്ണം വീതം വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ബുക്കിൻ്റെ വിശേഷങ്ങൾ. ഇനി ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സാധനം, ഇതൊക്കെ വിൽക്കാൻ പറ്റുന്ന ഒരു സാധനം വേണമല്ലോ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. വൈശികയുടെ ബാഗ് എടുത്ത്. ഇതാണ് നമ്മുടെ വൈശികയുടെ ബാഗ്, ഡോറ. വൈശികയുടെ ബാഗും പൗച്ചും ഇതാണ് കേട്ടോ. ബാഗ് കുഞ്ഞു ബാഗാണ്. പിന്നെ ഇതിനകത്തൊരു 3 ഉറയാണ് കേട്ടോ വരുന്നത്. ഒരു വലിയൊരു ഉറ, പിന്നെ ചെറുതൊരെണ്ണം, പിന്നെ ഒരു കുഞ്ഞുറ നമുക്ക് പെൻസിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ഇത്രയേ ഉള്ളൂ. പിന്നെ വൈഷുവിൻ്റെ ബാഗ് എടുത്ത്. ഇത് വൈഷുവിൻ്റെ ബാഗ്. താത്തുപിടി, പൗച്ച് താത്തുപിടി. വൈഷ്ണു ഇത് വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ ബഹളമായിരുന്നു കേട്ടോ. എല്ലാം ബഹളം വെച്ചാൽ മേടിക്കുന്നത്. നമുക്ക് ഇഷ്ടപ്പെടുന്നതൊന്നും അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഇതിനകത്ത് ഇങ്ങനെ ഒരു 2, 3 ഉറയുണ്ട്. 3, 4 എണ്ണം ഉണ്ട് ഇതിനകത്ത്. ഇവിടെ ഫ്രണ്ടിലൊരെണ്ണം ഉണ്ട്. ഇതിനകത്ത് 2 ബുക്കൊക്കെ വയ്ക്കാൻ വേണ്ടി 2 എണ്ണം. പിന്നെ ഫ്രണ്ടിലുള്ള, എന്നിട്ട് കുഞ്ഞൊരാൾ.
ഇതാണ് സാധനം. ആൻഡ് ലാസ്റ്റ് നമ്മുടെ വൈഷുവിൻ്റെ പുസ്തകമാണ്, ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ ഇത് സ്കൂളിൽ നിന്ന് തന്നെയാണ് ഓരോ സബ്ജക്റ്റിൻ്റെ. ഇത് ഇംഗ്ലീഷ്. ഇത് നമ്മൾ കിട്ടിയപ്പോഴേ പൊതിഞ്ഞു കേട്ടോ. കിട്ടി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേ ഏട്ടൻ പൊതിഞ്ഞ് വെച്ചു. അപ്പോൾ ഏട്ടനാണ് കേട്ടോ ഇതെല്ലാം പൊതിയുന്നത്. എല്ലാ വർഷവും ഏട്ടനാണ് പൊതിയുന്നത്. ഇത് മാത്സ് ആണ്, ഇത് മലയാളം. അപ്പോൾ ഇത് 3 ടെക്സ്റ്റ് കിട്ടിയുള്ളൂ. ബാക്കി നമ്മൾ സ്കൂളിൽ ചെല്ലുമ്പോഴത്തേക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം പൊതിഞ്ഞ് ബാഗിലാക്കുന്നതാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും ജോലി. ഏട്ടനാണ് മിക്കവാറും എല്ലാം ചെയ്യുന്നത്. ചെയ്ത് ലാസ്റ്റ് എനിക്കൊന്ന് ടച്ചപ്പ് ചെയ്യുന്ന ജോലി മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ചെയ്തു. അത് ഞങ്ങളുടെ ഷോപ്പിംഗ് പോയിട്ട് അത് നേരത്തെ പറഞ്ഞു വന്നേ. ഞങ്ങളുടെ പെൻസിൽ ഞങ്ങളെ പെൻസിൽ കുറെ ഉണ്ടായിരുന്നുണ്ട്. ഞാൻ പിന്നെ തിരിച്ചു മറിഞ്ഞൊക്കെ വെച്ചു. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ.